രാജസ്ഥാനിൽ 2 കുപ്രസിദ്ധ കൊലപാതക കേസുകളിലായി ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട 2 ജയിൽ പുള്ളികൾ തമ്മിൽ വിവാഹിതരാകുന്നു. 3 കുട്ടികളുടെ അടക്കം 5 പേരുടെ കൂട്ടക്കൊല ചെയ്ത യുവാവും പണത്തിനു വേണ്ടി ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട ആളെ കൊന്ന യുവതിയുമാണ് അഴിക്കുള്ളിൽ വെച്ച് കണ്ടുമുട്ടി പ്രണയത്തിലായത്. വിവാഹിതരാകാൻ രാജസ്ഥാൻ ഹൈക്കോടതി ഇവർക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചു. വരൻ 5 പേരെ കൊന്ന കേസിലെ പ്രതി ഹനുമാൻ പ്രസാദ്. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ടയാളെ കൊലപ്പെടുത്തിയ പ്രിയ സേത്താണ് വധു. ജയ്പൂരിലെ ഓപ്പൺ ജയിലിൽ കഴിയവേ 6 മാസം മുമ്പ് മുട്ടിട്ട പ്രണയമാണ് ഇന്ന് ജയിലിന് പുറത്ത് സാക്ഷാത്കരിക്കുന്നത്. ിൽ രാജസ്ഥാനെ നടുക്കിയ കൊലപാതക കേസിലാണ് പ്രിയ സേത്ത് ജയിലിലാകുന്നത്. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട ദുഷ്യന്ത് എന്ന യുവാവിനെ കാമുകന്റെയും കൂട്ടാളിയുടെയും സഹായത്തോടെ വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് കേസ്. കാമുകന്റെ കടബാധ്യത തീർക്കാൻ ദുഷ്യന്തിനെ തട്ടിക്കൊണ്ടുപോയി പണം ആവശ്യപ്പെടുകയായിരുന്നു പ്രിയയുടെ പദ്ധതി അനുസരിച്ച് ദുഷ്യന്ത് രാജസ്ഥാനിലെ ബജാജ് നഗറിലുള്ള ഫ്ളാറ്റിലെത്തി. ഇവിടെ യുവാവിനെ പൂട്ടിയിട്ട ശേഷം ഇയാളുടെ പിതാവിനോട് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. പിതാവിൽ നിന്നും 3 ലക്ഷം രൂപ കൈപ്പറ്റിയെങ്കിലും ദുഷ്യന്തിനെ പുറത്തുവിട്ടാൽ തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് ഭയന്നതോടെയായിരുന്നു അരുംകൊല. യുവാവിനെ വെട്ടിക്കൊന്ന് കഷ്ണങ്ങളാക്കി സ്യൂട്ട് കേസിലാക്കി. ആളെ തിരിച്ചറിയാതിരിക്കാൻ മുഖം വികൃതമാക്കി ഡൽഹിയിലെ വിജനമായ പ്രദേശത്ത് ഉപേക്ഷിച്ചു. ഒരു കുടുംബത്തിലെ 5 പേരെ വെട്ടിനുറുക്കിക്കൊന്ന കുറ്റത്തിനാണ് ഹനുമാൻ പ്രസാദ് ജയിലിൽ കിടക്കുന്നത്. തന്നേക്കാൾ 10 വയസ്സ് പ്രായമുള്ള തായ്ക്കോണ്ടോ താരമായ സന്തോഷ് എന്ന കാമുകിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കൊലപാതകം. 2017 ഭർത്താവിനെ കൊലപ്പെടുത്താൻ ഹനുമാൻ പ്രസാദിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് യുവതിയുടെ ഭർത്താവിനെ കശാപ്പിനുപയോഗിക്കുന്ന കത്തികൊണ്ട് വെട്ടിക്കൊന്നു. ശബ്ദം കേട്ടുണർന്ന 3 മക്കളെയും അനന്തരവനെയും കാമുകിയുടെ നിർദ്ദേശപ്രകാരം ഇതേ കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തി. അൽവാറിൽ സമീപകാലത്ത് നടന്ന ഞെട്ടിപ്പിക്കുന്ന കൊലപാതക പരമ്പരയായിരുന്നു ഇത്. ഇരു കേസുകളിലും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രിയ സേത്തും ഹനുമാൻ പ്രസാദും സംഗനേർ ഓപ്പൺ ജയിലിൽ കഴിയവെയാണ് 6 മാസം മുമ്പ് പരിചയപ്പെടുന്നതും പ്രണയത്തിലാകുന്നതും. പിന്നാലെ ഇരുവർക്കും വിവാഹിതരാകാനായി 15 ദിവസത്തെ അടിയന്തര പരോൾ രാജസ്ഥാൻ ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.